ഇന്ന് നാം നോക്കുന്നത് ഒരു ലൈബ്രറി ബില്ലിംഗ്, അത് പുസ്തകോത്സവത്തിലെ ബില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന സ്ക്രീനിൽ തന്നെ പുസ്തക വിതരണത്തിന് താഴെയായി പുസ്തകോത്സവം എന്നുള്ള ഒരു മെനു കൂടി വന്നിട്ടുണ്ടാവും. പുസ്തകോത്സവത്തിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ പുസ്തകോത്സവത്തിൽ ചെയ്യുന്ന ഇഷ്യൂ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. നിലവിൽ പുസ്തകോത്സവത്തിൽ ചെയ്ത ഒരു ലിസ്റ്റാണ് ഇവിടെ കാണുന്നത്. പുതിയ ബില്ലിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡിസ്ട്രിക്ട് ലൈബ്രറി ബൈ ഡിഫോൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. പുതിയ ഒരു ലൈബ്രറി നമുക്കിവിടെ നിലവിലുള്ള ലൈബ്രറികളിലൂടെ സെലക്ട് ചെയ്യാം. ലൈബ്രറികളുടെ ലിസ്റ്റ് വരുന്ന അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും ഉണ്ടാവും. രജിസ്ട്രേഷൻ നമ്പർ ലൈബ്രറികൾക്ക് നിർബന്ധമായിട്ടും നമുക്ക് ചേർക്കേണ്ടി വരും. ഇപ്പോൾ നിലവിലുള്ള ലൈബ്രറികളുടെ ലിസ്റ്റിൽ ആ ജില്ലയിലുള്ള ലൈബ്രറികളാണ് ഇവിടെ കാണിക്കുന്നത്. ഏത് ജില്ലയിലാണോ ലോഗിൻ ചെയ്യുന്നത് ആ ജില്ലയിൽ നേരത്തെ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന ലൈബ്രറികളുടെ ലിസ്റ്റാണ് ഇവിടെ വരുന്നത്. അങ്ങനെ വരുന്ന ലിസ്റ്റിൽ നിന്നും ആ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 8372 ആണെങ്കിൽ 8372 ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈബ്രറി സെലക്റ്റഡ് ആവും. അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ ചോദിച്ചിട്ട് ആ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ നമ്പറൊക്കെയാണ്, ഇപ്പോൾ 83 മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 2-3 ഒക്കെ ഇവിടെ കാണിച്ചെന്ന് വരും. അങ്ങനെ 8374 ഉണ്ട്, 8370 ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ നമ്പർ ഉള്ളത് 8310 ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ലൈബ്രറി സെലക്ട് ചെയ്യും. ഇതിപ്പോൾ ആ നമ്പർ അവിടെ ഇല്ല, ആ ഒരു ലൈബ്രറി അവിടെ ഇല്ല, പുതിയത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ പ്ലസ് ബട്ടൺ അടിച്ചിട്ട് പുതിയ ലൈബ്രറി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പുതിയ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം, 1122. ലൈബ്രറിയുടെ പേര് വേണമെങ്കിൽ താലൂക്കും കൊടുക്കാം. നവോദയ ലൈബ്രറി, താലൂക്ക് കണയന്നൂർ. ഇത് കൊടുത്തു, സേവ് ചെയ്തു. ഇനി ബാക്കി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുക, ആഡ് ടു ലിസ്റ്റ് കൊടുക്കുക, സേവ് ചെയ്യുക. ഇത്രയും മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പുസ്തകങ്ങൾ വളരെ പെട്ടെന്ന് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ പുസ്തകോത്സവത്തിൽ മിക്കവാറും വളരെ തിരക്ക് പിടിച്ച് ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഒരു 1-2 ഒരു കമ്പ്യൂട്ടറും ഒരു ലാപ്ടോപ്പ് 2 പേരുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യാം. മിക്കവാറും ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ. ലൈബ്രറി പുസ്തകോത്സവത്തിൽ ഒരു പുസ്തകം ഒരു ക്വാണ്ടിറ്റി, വളരെ അപൂർവമായിട്ടായിരിക്കും 2 ക്വാണ്ടിറ്റി ഒക്കെ എടുക്കുക. വളരെ പെട്ടെന്ന് പുസ്തകം സെലക്ട് ചെയ്യുക, ആഡ് ടു ലിസ്റ്റ് കൊടുക്കുക, പുസ്തകം സെലക്ട് ചെയ്യുക, ആഡ് ടു ലിസ്റ്റ് കൊടുക്കുക. അങ്ങനെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ലിസ്റ്റ് കൊടുക്കും. ഇപ്പോൾ 2 പുസ്തകം സെലക്ട് ചെയ്തു. അങ്ങനെ വളരെ പെട്ടെന്ന് സേവ് ചെയ്യുക എന്നുള്ളതാണ് ലൈബ്രറി പുസ്തകോത്സവത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ അതിനൊരു പ്രാക്ടീസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാക്ടീസ്, പുസ്തകങ്ങൾ എടുത്തു വെക്കുക, ഒന്ന് സെലക്ട് ചെയ്യുക, പുസ്തകങ്ങളുടെ പേരുമായിട്ടൊന്ന് പരിചയം ഉണ്ടാക്കുക എന്നുള്ള പ്രാക്ടീസാണ് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ അത് ഒന്ന് ശീലിക്കുക. പുസ്തകോത്സവത്തിന് പോകുന്നതിന് മുമ്പ് ആ ഒരു പ്രാക്ടീസ് അവിടെ നടത്തിയിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാ പുസ്തകങ്ങളുടെ പേര് എങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എൻട്രി ചെയ്തവരാണെങ്കിൽ ആ പുസ്തകങ്ങളുടെ പേരുകൾ എങ്ങനെയൊക്കെയാണ് വരിക എന്നൊരു പരിചയം ഉണ്ടാവും. അല്ലെങ്കിൽ തന്നെ വീണ്ടും ഒന്ന് 1-2 ദിവസം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ബില്ല് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ എൻട്രി ചെയ്യുക, ആഡ് ടു ലിസ്റ്റ് കൊടുക്കുക. സേവ് ചെയ്യേണ്ട എന്ന് മാത്രമേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. നമുക്കിവിടെ ആഡ് ടു ലിസ്റ്റ് കൊടുത്ത് ആഡ് ചെയ്ത് വെക്കാം. അവസാനം സേവ് ചെയ്യാതെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാക്ടീസ് നടക്കും. സേവ് ചെയ്യണ്ട അത്. അപ്പോൾ എന്തെങ്കിലും അബദ്ധവശാൽ സേവ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അത് കുഴപ്പമില്ല. എന്നാലും ഒരു പ്രാക്ടീസ് വളരെ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ അതിന് മുമ്പ് ഒന്ന് സേവ് ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ലൈബ്രറി കൗൺസിലിലെ പുസ്തകം അടിച്ചു, നമ്മൾ സേവ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെ തന്നെ സാധാരണ എടുക്കുന്ന പോലെ തന്നെ ബുക്ക് ഇഷ്യൂ വന്നു. ആ പ്രിൻ്റ് ഔട്ട് എടുക്കാം. മലയാളത്തിൽ തന്നെ പ്രിൻ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് എടുക്കേണ്ടി വരും. RTF കൊടുക്കുക, ബുക്ക് കീപ്പ് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക.
വേർഡിൽ ഓപ്പൺ ചെയ്യുക, പ്രിന്റ് ചെയ്യുക, ഇത്രയും ചെയ്യേണ്ടി വരും. ഇംഗ്ലീഷിലാണെങ്കിൽ നേരെ നമുക്ക് പ്രിന്റ് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് വീണ്ടും തിരിച്ചിവിടെ വരിക. വീണ്ടും പുതിയ പുസ്തകങ്ങൾ അടിക്കണമെങ്കിൽ ഇതേ സ്ക്രീനിൽ നിന്ന് തന്നെ ന്യൂ ബട്ടൺ അടിക്കുക, അടുത്ത ബില്ല് ചെയ്യുക. പുറത്ത് പോയിട്ട് വരണമെന്നില്ല, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ന്യൂ ബട്ടൺ അടിക്കുക, അടുത്ത ലൈബ്രറി സെലക്ട് ചെയ്യുക, ബില്ല് ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ലൈബ്രറി ബില്ലിംഗ് ചെയ്യാവുന്നതാണ്.